ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ലോങ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. 1-2 ലോങ് വീഡിയോസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഷോർട്സാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തുടങ്ങാനൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേ കാര്യം ഞാൻ എൻ്റെ മുൻപത്തെ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ റെഫർ ചെയ്യും കേട്ടോ. അതിനൊക്കെ വോയിസൊക്കെ കൊടുക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു പ്രയാസമാണ്. ഇത് കുറേ ഒരു ലോങ് പ്രോസസ്സായതുകൊണ്ട് എനിക്ക് അതിനൊക്കെ ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. റിസ്ക് എടുക്കാൻ എനിക്ക് പണ്ടേ മടിയാണ്. ഇന്നെന്തായാലും ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് അച്ചാറിടാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ചിന് കറക്റ്റായിട്ട് എന്താ പറയുക എനിക്കറിയില്ല. ബുഷ് ഓറഞ്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ അച്ചാറിടാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷേ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർ റെസിപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അച്ചാറിൻ്റെ ഐഡിയ ഞാനാണ് മാറ്റി വെച്ചിട്ട് ഉപ്പിലിടാമെന്ന് തീരുമാനിച്ചു. വെറുതെ കളയണ്ടല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയുണ്ടോ, വായിൽ വെക്കാൻ കൊള്ളൂല. ഈ ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൻ്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു. അതിലിതുപോലെ ചെറിയ ഓറഞ്ച് വാങ്ങിക്കാൻ കിട്ടും. ഇതിനേക്കാൾ ഒന്നും കൂടി വലിയതാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് തരും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നത്. അതിനൊന്നിന് 25 പൈസയാണ്. ആ ഒരു കാലമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കാണുമ്പോൾ ഇതേപോലെയായിരുന്നു അത് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. സംസാരിച്ച് ഞാനെന്തായാലും എൻ്റെ ഓറഞ്ച് ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ നന്നായിട്ട് അലിഞ്ഞു പോകും. കാരണം ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അങ്ങനെ അലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഉപ്പിലും കൂടി ഇട്ട് വെച്ചാൽ എന്തായാലും അലിഞ്ഞു പോകും. ഈ ഉപ്പിലിടുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഞങ്ങളിവിടെ സുർക്കിയിലും ഉപ്പിലും ഇട്ട് വെക്കണേന് ഈ ഉപ്പിലിട്ട് വെക്കുക എന്നിട്ട് പറയാം. ഇതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു പേടിയുണ്ട്, കയ്യിലിട്ട് കത്തി തട്ടുമോ എന്നുള്ളത്. ഞാൻ ഈ ഒരു കത്തി എടുത്ത് അപ്പിൻ്റെ കയ്യിൽ തട്ടും. അതെന്താ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ ഓറഞ്ചൊക്കെ ഫുള്ളായിട്ട് അരിഞ്ഞ് മാറ്റി ഒരു ചെറിയ പാത്രത്തേക്ക് മാറ്റി വെച്ചാണ്. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ നല്ല ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ ജ്യൂസ് അടിച്ച് നോക്കിയിട്ടില്ല. ജ്യൂസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓറഞ്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടോ. എനിക്ക് ഇങ്ങനെ ഉപ്പിലിടുമ്പോഴും അച്ചാറിടുമ്പോൾ ഒക്കെ നന്നായിട്ട് എരിവ് വേണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ സുർക്കിയിൽ കടന്നിട്ട് ഈ മുളകും നമുക്ക് തിന്നാൻ പാകത്തിനാവും. ഈ ഒഴിച്ചു കൊടുക്കുന്നത് സുർക്ക ഒറ്റക്കല്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കുപ്പിയാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ സുർക്ക ഒറ്റക്ക് ഞാൻ ഇത്രയും അളവിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ഞാനിത് ഉപ്പിലിട്ട് വെച്ച് അന്ന് തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ചാറും ഇങ്ങനെ സുർക്കിലിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അപ്പം എടുത്ത് കഴിക്കും. എനിക്കത് ആയിട്ട് സുർക്ക പിടിക്കാനുള്ള ആ ഒരു ടൈമൊന്നും കൊടുക്കാൻ എനിക്കൊരു ക്ഷമ ഉണ്ടാവില്ല. ഞാൻ വേഗം എടുത്ത് കഴിക്കും. എനിക്ക് ചോറ് തിന്നുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡായിട്ട് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും എൻ്റെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്.